27 വർഷത്തിനു ശേഷം ഡൽഹിയിൽ ബി.ജെ.പി. സർക്കാർ തിരിച്ചെത്തുന്നതിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഗംഭീരമാക്കാൻ എൻ.ഡി.എ തീരുമാനം. എൻ.ഡി.എ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ ചടങ്ങിലേക്ക് ക്ഷണിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു.എസ് സന്ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തിയതിനു ശേഷം പുതിയ ഡൽഹി മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ നടക്കും എന്നാണ് സൂചന. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ബി.ജെ.പി. അധ്യക്ഷൻ ജെ.ഡി. നഡ്ഡയുമായി കൂടിക്കാഴ്ച നടത്തി. ഡൽഹി ബി.ജെ.പി. അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ ഇന്ന് വൈകിട്ട് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട 48 എം.എൽ.എമാരുമായി കൂടിക്കാഴ്ച നടത്തും. സർക്കാർ രൂപീകരണത്തെക്കുറിച്ചും സത്യപ്രതിജ്ഞാ ചടങ്ങിനെക്കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷയും ജെ.പി. നദ്ദയും ഇന്നലെ വൈകിട്ട് ബി.ജെ.പി. ആസ്ഥാനത്ത് ചർച്ച നടത്തിയെന്ന വിവരം പുറത്തുവന്നിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ച പർവേഷ് വർമ്മയെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രധാനമായും പരിഗണിക്കുന്നത്. വെസ്റ്റ് ഡൽഹിയിൽ നിന്ന് 2 തവണ എം.പി. ആയിട്ടുള്ള അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് നിഷേധിച്ചിരുന്നു. ഡൽഹി മുൻ മുഖ്യമന്ത്രി സാഹിബ് സിംഗ് വർമ്മയുടെ മകനാണ് അദ്ദേഹം. അതേസമയം ഡൽഹി മുഖ്യമന്ത്രി അതിഷി മർലേന രാജിക്കത്ത് നൽകി. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർക്കാണ് രാജിക്കത്ത് നൽകിയത്. ഇതിനു പിന്നാലെ ഡൽഹി നിയമസഭ പിരിച്ചുവിട്ടതായി ലഫ്റ്റനന്റ് ഗവർണർ ഉത്തരവ് ഇറക്കി. 27 വർഷത്തിനു ശേഷം അധികാരത്തിലെത്തുന്ന ആ ഒരു നിമിഷം ഗംഭീരമാക്കാൻ തന്നെയാണ് ബി.ജെ.പി. തീരുമാനിച്ചിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. കോൺഗ്രസിനും അതുപോലെ തന്നെ വലിയൊരു തിരിച്ചടി ലഭിച്ചു. കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒരുമിച്ച് നിന്നിരുന്നുവെങ്കിൽ ബി.ജെ.പി. അധികാരത്തിലേറുന്നത് തടയാൻ കഴിയുമായിരുന്നു എന്നത് ഉറപ്പാണ്. പക്ഷേ ഇരുവരും പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ ബി.ജെ.പിക്ക് കാര്യങ്ങൾ പുഷ്പം പോലെ എളുപ്പമായി. 27 വർഷങ്ങൾക്ക് ശേഷം ബി.ജെ.പി. ഡൽഹിയിൽ തിരിച്ചെത്തി. മാത്രമല്ല, ആം ആദ്മി പാർട്ടിയുടെ പരമോന്നത നേതാവ് അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിക്കാനും ഡൽഹി തന്നെ തോൽപ്പിക്കാനും ബി.ജെ.പിക്ക് കഴിഞ്ഞു. അത്ര ശക്തമായ ഒരു തിരിച്ചുവരവാണ് ബി.ജെ.പി. നടത്തിയിരിക്കുന്നത് ഡൽഹിയിൽ. അത് ആഘോഷമാക്കാൻ ബി.ജെ.പി. തീരുമാനിച്ചിരിക്കുന്നു. ബി.ജെ.പി. വിജയിക്കുമെന്ന് എല്ലാ എക്സിറ്റ് പോളുകളും പറഞ്ഞിരുന്നു. എങ്കിലും ആം ആദ്മി പാർട്ടി കുറച്ചൊക്കെ പ്രതീക്ഷ വെച്ചു. പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ വിഫലമായി മാറി. അരവിന്ദ് കെജ്രിവാളിനെ ഇനി അഴിമതി കേസിൽ കുരുക്കാൻ ബി.ജെ.പി. ശ്രമിക്കും എന്ന സൂചനയും ഉണ്ട്. കാരണം മദ്യ അഴിമതി കേസൊക്കെ അരവിന്ദ് കെജ്രിവാളിന്റെ മുന്നിലുണ്ട്. സൊഫോക്ലിസിന്റെ വാൾ പോലെയുണ്ട്. അതൊക്കെ എടുത്തിട്ട് അലക്കും ഇനി അങ്ങോട്ട് ബി.ജെ.പി. ഈ തോൽവി അരവിന്ദ് കെജ്രിവാൾ ഇരന്ന് വാങ്ങിയത്. കോൺഗ്രസിനും ഇതിൽ പ്രധാനമായ പങ്കുണ്ട്. ഇരു കൂട്ടരും ഒരുമിച്ച് നിന്നിരുന്നുവെങ്കിൽ വീണ്ടും ഡൽഹിയിൽ കാവിക്കൊടി ഉയരില്ലായിരുന്നു.